ശ്രീനാരായണ പരമഗുരവേ നമ. സുപ്രഭാതം. 1656 ദിവസമായ ഇന്ന് 2025 നവംബർ മാസം 26 ബുധനാഴ്ച, 1201 ആണ്ട് വൃശ്ചിക മാസം 10 ഗുരുവചനങ്ങളിലൂടെ. പ്രസംഗങ്ങളുടെ ഉദ്ദേശം പ്രതിപക്ഷ ധ്വംസനവും വിരോധവുമല്ല. അത് അറിയാനും അറിയിക്കാനും മാത്രമായിട്ടുള്ളതായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വിദൂര സാദൃശ്യങ്ങൾ എന്ന് വിവരിക്കുന്നതിന്റെ 19 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നാടകാന്ത്യത്തിലെ ഭരതവാക്യത്തിൽ ഈ ജ്ഞാനരഹസ്യത്തിന്റെ ജയഭേരി മുഴങ്ങിക്കേൾക്കാം. ഭക്തിക്ക് ചേർന്ന തരത്തിൽ ഇമ്പമുള്ള മന്ത്രധ്വനിയായിരിക്കണമെന്നില്ല അതിൻ്റേത്. എന്തുകൊണ്ടെന്നാൽ അധമമായ ഭാവങ്ങളെപ്പോലും നിപുണതയോടുകൂടി പ്രയോഗിച്ചാൽ നന്മയുടെ ഉദാത്ത ഭാവങ്ങളെ വ്യഞ്ജനിപ്പിക്കാൻ അവയെ കരുക്കളാക്കാവുന്നതേയുള്ളൂ. ഗുരു തന്നെ ശിവനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പല സ്തോത്രങ്ങളിലും ശിവനോട് പിണങ്ങുകയും ശിവനെ പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നുണ്ട്. ശിവന്റെ നേരെ ശകാരവാക്കുകൾ പുറപ്പെടുവിപ്പിക്കുന്നതിന് പോലും ഗുരു മടി കാണിച്ചിട്ടില്ല. പൗരാണിക ഭാഷയ്ക്ക് ചേർന്ന ശിവനെ ഗുരു വെല്ലുവിളിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകും. അച്ഛൻ പൈതങ്ങൾ തൻ കാലടിയിണയടിപ്പെട്ടാലുമൊക്കെ പുറത്ത കൊച്ചുങ്ങൾക്കുള്ള ഭീഷ്ടം കനിവോട് നിറവേറ്റിക്കൊടുക്കുന്നുവല്ലോ എന്ന് പറയുമ്പോൾ രാമായണത്തിലെ ലവനും കുശനും സ്വന്തം അച്ഛനായ ശ്രീരാമനോട് ഏറ്റുമുട്ടുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യമാണ് ഗുരു ശിവനോട് കാണിക്കുന്നത്. എന്നാൽ ഗുരുവിൻ്റെ വാക്കുകളിൽ വിനീതത്വത്തിനും പ്രാർത്ഥനാഭാവത്തിനും ഒട്ടും തന്നെ ഊനമുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ വാക്കിലും അത് നിറഞ്ഞു നിൽക്കുന്നതും കാണാം. അതേസമയം സ്വാഭിപ്രായം ചങ്കൂറ്റത്തോടുകൂടി പറയാനുള്ള ഇച്ഛാശക്തിയും അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൻ്റെ തത്വാവബോധം കൈവരുത്തുന്ന തലയെടുപ്പും ആ വാക്കുകളിൽ കാണാം. ഇതെല്ലാം ജ്ഞാനരഹസ്യത്തിൻ്റെ അലങ്കാര ചാർത്തുകളായി തീരുകയാണ് ചെയ്യുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.